വൃശ്ചികക്കൂറിലുള്ള വിശാഖം 4-ാം പാദം, അത്തരത്തിൽ 4-ാമത്തെ പാദം എന്ന് പറയുമ്പോൾ 6 മണിക്കൂർ. അനിഴം കേട്ട 210-നും 240-നും ഇടയിലുള്ള ഡിഗ്രിയാണ്. വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം, വ്യാഴം നിൽക്കുന്നു. അത് 9-ാം ഭാവത്തിലാണ്. ജ്യോതിഷം പഠിക്കുന്നവർക്ക് പോലും അറിയാം, പഠിക്കാൻ തുടങ്ങുന്നവർക്ക് പോലും അറിയാം. 9-ലെ വ്യാഴം ഭാഗ്യപ്രധാനമാണ്. ആർക്കെല്ലാം? വിശാഖം അവസാനത്തെ 6 മണിക്കൂർ, അനിഴം കേട്ട. നല്ല രസകരമായ ഒരു രാശിയാണിത്. ശരീരാവയം പറയുമ്പോൾ ഇത് പൊക്കിൾ ഭാഗമാണ്. തേളാണ് ചിഹ്നം. നല്ല രീതിയിലുള്ള അധ്വാനിക്കുന്നവരായ വിശാഖക്കാർക്ക് 9-ാം ഭാവത്തിൻ്റെ വ്യാഴൻ്റെ എല്ലാ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. പരീക്ഷാ വിജയം, ഹൃദയബന്ധത്തിലുള്ളവർക്ക് കുടുംബമാകാൻ കഴിയുക, ജോലിയുള്ളവർക്ക് പ്രൊമോഷൻ, പ്രകാരമുള്ള ഗുണങ്ങൾ ലഭിക്കും. ഇവർ മാതാപിതാക്കളോട് സ്നേഹവും ബഹുമാനവും ഉള്ളവരാണ്. ജനങ്ങളോടും ഭക്തിയുള്ളവരാണ്. ഇവർക്ക് യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. വരുന്ന കാലത്ത് സ്ഥലം വാങ്ങാനും വീട് വയ്ക്കാനും കുടുംബമാകാനും ഉള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ഒന്നും തന്നെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോഴിവരുടെ യോഗം എന്തായി പറയാം? ഇവർ ഖഡ്ഗയോഗമാണ്. താനെ ലഭിക്കുന്നത് മതി എന്ന് കരുതുന്ന കൂട്ടർ മാതൃകാ കുടുംബജീവിതം നയിക്കാൻ കഴിവുള്ളവരാണ്. ഇവർ അധികാരം ലഭിക്കുന്ന ജോലികളിൽ ഷൈൻ ചെയ്യും, വിജയക്കോടി പാറിക്കും. പട്ടാളം, പോസ്റ്റ് ഓഫീസ്, ഭരണരംഗം, ജേർണലിസ്റ്റുകൾ, സയൻറ്റിസ്റ്റുകൾ മുതലായ വഴിയിൽ നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുന്നവരാണ്. വാഹനങ്ങൾ, നാൽക്കാലികൾ, ഭൂമി, ജോലിക്കാർ, സ്ഥാപനം എന്നിവ ഇവർക്ക് സ്വന്തമാക്കും. ഇവരൊരിക്കലും ഉഴപ്പന്മാരല്ല. ഇവരെ ആരെങ്കിലും ഇടം കൊള്ളാൻ ചെന്നാൽ ഇവർ ചെയ്തത് വരെ നിർത്തിവച്ചിട്ട് ആ ജോലി വഴിയിൽ ഉപേക്ഷിച്ച് കളയും. ഇടം കൊള്ളിട്ടവർ മാറിപ്പോകുമ്പോൾ ആ വാക്ക് വീണ്ടും ഏറ്റെടുക്കുകയും ഒന്നാം തരമായി അത് ഫിനിഷ് ചെയ്യാൻ അവർ കഴിയുകയും ചെയ്യുന്നവരാണ്. കലാപ്രതിഭകളാണിവർ. കായിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പലരും വിശാഖമാണ്. മുരുകൻ്റെ നക്ഷത്രമാണ്. ഭഗവാന്റെ കാരുണ്യം അവർക്കുണ്ടാകും. അനിഴം ദേവഗണമാണ്. ഗണപതിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അവർക്കും പെൻഷൻ വാങ്ങുന്ന പ്രായമുള്ളവർക്ക് രോഗങ്ങളുണ്ടായാൽ മരുന്ന് ഫലിക്കും, ഒരു സംശയമില്ല. പ്രായമുള്ളവർക്ക് പോലും ആരോഗ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവരും സന്മനസ്സുള്ളവരുമാണ്. ഇവർ ദേവഗണത്തിൽപ്പെട്ടവരാണ്. വൃത്തിയുള്ളവരാണ്. വൃത്തിയുള്ള മനോഹരമായ ഭാഷ സംസാരിക്കുന്നവരാണ്. എഴുത്തുകാരായാലും സയൻറ്റിസ്റ്റുകളായാലും ശോഭനമായ ഒരു നിലനിൽപ്പും ഭാവിയുമുണ്ട്. ഇവർ മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ്. അതിൽ തർക്കമേ ഇല്ല. പരീക്ഷാവിജയം, അധ്യാപകർ, അവാർഡ് വാങ്ങിച്ച അധ്യാപകർ, പരീക്ഷാവിജയം സ്റ്റുഡൻസിന്, 1-ാം തരം അവാർഡ് വാങ്ങിച്ച അധ്യാപകർ മാതൃകാ ജീവിതം നയിക്കുന്ന വ്യക്തികളായിരിക്കും. ചിലർ അവിവാഹിതരായ 1% ആളുകൾ അനിഴംകാരാണ്. മക്കൾ കുറവായിരിക്കും. പണ്ടേ ഉള്ള ഒരു വിശ്വാസമാണ്. അനുഭവത്തിലും അങ്ങനെയാണ്. കുടുംബം നയിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയായി മുന്നോട്ട് പോകാനും അവർ കഴിയും. അധ്യാപകരാണെങ്കിലും ഇവർക്ക് ഏതെല്ലാം തരത്തിൽ ഗൈഡ് എഴുതാനും മറ്റവർക്ക് വഴികാട്ടിക്കാനും സാധിക്കുന്നതാണ്. ഇവരും ഗുരുഭക്തി ഉള്ളവരും ബന്ധവിരോധമുള്ളവരാണ്. അവരെ ഇടം കൊള്ളാൻ ചെന്നാൽ അവർക്ക് സഹായിക്കില്ല, അല്ലെങ്കിൽ അറിഞ്ഞ് സഹായിക്കും. അനാവശ്യമായ ചിന്തകൾ കുറവാണിവർ. ലഹരി ഇവർ എതിരാണ്. ആൻറ്റി സോഷ്യലായ ഒരു കാര്യത്തിലും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇവർ നേതാക്കൾ ഈ നക്ഷത്രക്കാരുണ്ട്. പലപ്പോഴും ഇവർ അന്യരെ സഹായിക്കുന്നതിന് സഹാനുഭൂതിയുള്ളവർ, മറ്റുള്ളവർ നശിച്ചു പോകുന്നതിൽ സങ്കടമുള്ളവരും, മക്കൾ, ജീവിത പങ്കാളി, അയൽക്കാർ എല്ലാവരെയും കഴിവിനനുസരിച്ച് സഹായിക്കുന്നവരാണ്. അടുത്തത് തൃക്കേട്ടയാണ്. തൃക്കേട്ട ആളുകൾക്ക് എന്തു തന്നെ ആയാലും അവർ മടിയന്മാരല്ല, മടിച്ചുകളുമല്ല. അവർ ഓവർ സ്മാർട്ടാണെന്ന് പലരും വിചാരിക്കും. ഒരു കാര്യം, അവർ ഏറ്റെടുക്കുന്ന വർക്ക്, അത് പഠിത്തം, പുസ്തക പാരായണമായാലും ക്ലാസ്സിലായാലും പഠിപ്പിക്കുന്നതിലായാലും അവർ 1-ാം നമ്പറായിരിക്കും. അവർക്ക് പുതുവഴികൾ വെട്ടിത്തെളിക്കാൻ കഴിയുന്നവരാണ്. എഴുത്തുകാർ, പ്രത്യേകിച്ച് നോവലിസ്റ്റുകൾ, യാത്രാവിവരണം എഴുതുന്നവർ മുതലായവർ ഈ നക്ഷത്രക്കാരാണ്.
വളരെയേറെ ആക്റ്റീവാണ് ഇവർ. അക്കാരണത്താൽ ഇവർ വലിയ ചെറുപ്പന്മാരാണ്, തെറിച്ചുകളാണ്, ഓവർ സ്മാർട്ടാണ് എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കാം. പക്ഷെ അങ്ങനെ അല്ല, സാഹസികരാണ്. പുതിയൊരു പാത വെട്ടിത്തെളിക്കാൻ ഏത് രംഗത്തും അവർ കഴിയുന്നവരാണ്. അവരൊരു പരിധിവരെ മാത്രമേ ആരെയും അനുസരിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ സ്നേഹ ബഹുമാനാദികൾ മനസ്സിൽ സൂക്ഷിക്കുകയും കൂടുതൽ ശണ്ട കൂടാനുള്ള അവസരം ഒഴിവാക്കുകയും ചെയ്യും. സമൂഹത്തിൽ മാതൃകാ ജീവിതം നയിക്കുന്നവരാണ്. തൃക്കേട്ട ദശയിലാണ് ഇവർ ജനിക്കുന്നത്. ഐല്യം, കേട്ട, രേവതി, ബുധൻ ജനിക്കുന്നവരാണ്. ഇവർക്ക് ഭാഷാശുദ്ധി, മര്യാദ, ചിട്ടവട്ടങ്ങൾ എന്നിവ ഉള്ളവരാണ്. ഗൂഢശാസ്ത്രം പഠിക്കാൻ കഴിവുള്ളവരാണ്. ഗൂഢശാസ്ത്രത്തിൽ വരുന്നതാണ് ജ്യോതിഷം, മെസ്മരിസം, മനഃശാസ്ത്രം, കളരിപ്പയറ്റ്, കരാട്ടെ മുതലായ ആയോധന കലകൾ ഗൂഢശാസ്ത്രത്തിൽ വരുന്നതാണ്. പഠിച്ചെടുത്താലും ഓരോരോ രംഗങ്ങളിൽ ശോഭിക്കുന്നവർ വഴികാട്ടികൾ വളരെ കുറവാണ്. എന്നിരുന്നാലും തൃക്കേട്ടക്കാർ എന്തു തന്നെയാലും പുതുപാത ആ രംഗത്ത് വെട്ടിത്തെളിക്കാൻ കഴിയുന്നവരാണ്. യാത്രാ സൗകര്യങ്ങളൊന്നും ഇന്നത്തെ പോലെ ഇല്ലാതിരുന്ന കാലത്താണ് എസ്.കെ. പൊറ്റക്കാട് യാത്രാ വിവരണം എഴുതാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സാഹസികമായി യാത്ര ചെയ്തിട്ടുള്ളത്. ജ്ഞാനപീഠ നേടിയ വ്യക്തിയാണ് അദ്ദേഹം. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നത്? ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം തൃക്കേട്ടയാണ്. യാത്രാ വിവരണങ്ങൾ എഴുതാൻ മലയാളത്തിൽ എത്ര തലമുറയാണ് അദ്ദേഹം എഴുതിയ യാത്രാ വിവരണങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് ഉള്ള ഒരു സൗകര്യങ്ങളാണ് ഇല്ലായിരുന്നു. എന്നിട്ട് പോലും മറ്റ് രാജ്യങ്ങളിൽ ആവശ്യമായി എത്തിച്ചേരാനും അവിടെ താമസിക്കാനും അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകാനും കാണിച്ച ധീരതയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ. ജ്ഞാനപീഠം വരെ പിടിച്ചു പറ്റാൻ കഴിഞ്ഞ ആ വ്യക്തി. അതായത് ഓർമ്മയിൽ ജ്വലിച്ചു നിൽക്കുന്ന പല നേതാക്കളും ഈ നക്ഷത്രക്കാരാണ്. അവർ സമൂഹത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച പലരും അതിനകത്തുണ്ട്. എന്തു തന്നെയായാലും തൃക്കേട്ടക്കാർ ഏറ്റെടുക്കുന്ന ജോലി ഏത് പ്രായത്തിലായാലും അത് ഭംഗിയായി ചെയ്തു തീർക്കുകയും മറ്റുള്ളവർക്ക് ആപത്തുണ്ടാകുന്ന സമയത്ത് ഒരു പച്ചക്കുടയായി അവരെ സ്വന്തം തണലിൽ നിർത്താൻ കഴിയുന്നതും നമുക്ക് അനുഭവത്തിൽ തെളിഞ്ഞു കാണാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ജ്യോതിഷാലയം അരിക്കകം ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. ശ്രീ മുരുക ജ്യോതിഷം. നിങ്ങൾക്കും എനിക്കും ദൈവകാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.